ഇനി വളരെ നിർണായകമായ മറ്റൊരു കേസിലെ ശിക്ഷാവിധി കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. കൊൽക്കത്തയിലെ ആർജികർ ആശുപത്രിയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. ശിക്ഷാവിധി അല്പസമയത്തിനകം ഉണ്ടാകും. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, കേരളത്തിൽ നമ്മൾ ഗ്രീഷ്മയുടെ വിധി കേട്ട് കഴിഞ്ഞതേയുള്ളൂ. വളരെ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന വിധി പ്രഖ്യാപനമാണ് കൊൽക്കത്തയിൽ നിന്ന് വരാനിരിക്കുന്നത്. ദിവിഷ, അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. അതായത് ഈ സിയാൽദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ നേരത്തെ കുറ്റവാളി എന്ന് കേസിൽ സഞ്ജയ് റോയ് എന്ന പ്രതിക്ക് ഉള്ള ശിക്ഷ വിധിക്കാൻ വേണ്ടി പോകുന്നത്. സഞ്ജയ് റോയിയെ അല്പസമയം മുമ്പ് ഈ കോടതി മുറിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ജഡ്ജിയും അല്പസമയം മുമ്പ് അതായത് സിയാൽദ അഡീഷണൽ സെഷൻസ് ജഡ്ജി അനിർബൻ ദാസും കോടതി മുറിയിൽ എത്തിയിട്ടുണ്ട്. ആദ്യം ഈ കോടതി മുറിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഈ ശിക്ഷ സംബന്ധിച്ചുള്ള വാദമാണ്. ഇതിനൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ വധശിക്ഷ തന്നെ നൽകണമെന്നതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. കാരണം ഈ പ്രതിക്കെതിരെ ചുമത്തപ്പെടുന്ന 3 പ്രധാനപ്പെട്ട കുറ്റങ്ങൾ, അതിൽ ബലാത്സംഗവും അതുപോലെ തന്നെ കൊലപാതകവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ സംശയാതീതമായി തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷന് സാധിച്ച സാഹചര്യത്തിൽ ഇതാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് കൂടി പരിഗണിച്ചുകൊണ്ട് ഈ കേസിലെ പ്രതിയായ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണം എന്നതാണ് ഈ സിയാൽദ കോടതിയിൽ ഈ CBI ഇന്ന് വാദിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സഞ്ജയ് റോയുടെ വാദവും ഇന്ന് കോടതി കേൾക്കും. കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ നടപടികൾ, അതായത് തനിക്കെതിരായ താൻ കുറ്റവാളിയാണെന്ന വിധി ജഡ്ജി പ്രസ്താവിച്ചപ്പോൾ താൻ നിരപരാധിയാണ് എന്നും ഈ കേസിൽ വലിയ തോതിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും ഒരു IPS ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ടെന്നും എന്നുമൊക്കെ സഞ്ജയ് റോയ് അന്ന് കോടതി മുറിയിൽ പറഞ്ഞിരുന്നു. തുടർന്ന് ജഡ്ജി അന്ന് പറഞ്ഞിരുന്നത് ഇന്ന് അത് സംബന്ധിച്ചുള്ള വാദം കേൾക്കാം എന്നതാണ്. പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിന് ശേഷമാണ് ശിക്ഷ സംബന്ധിച്ചുള്ള ജഡ്ജിയുടെ ഉത്തരവ് ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ ആ ഉത്തരവ് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം വളരെ ഹ്രസ്വമായ വാദം കേൾക്കലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇതിനിടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഈ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ ലഭിക്കണം എന്നതാണ് ബംഗാൾ സർക്കാരിന്റെ അഭിപ്രായം, തന്റെ അഭിപ്രായം എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളും മറ്റും ഉയർന്നിരുന്നു. പക്ഷേ ഇന്ന് മമതാ ബാനർജി ഈ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ അന്വേഷണവുമായി പൂർണ്ണമായ തോതിൽ ബംഗാൾ സർക്കാർ സഹകരിച്ചിട്ടുണ്ട് എന്നും ഈ പ്രതിയായ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നതുമാണ്. പക്ഷേ കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഏതായാലും സഞ്ജയ് റോയ്ക്ക് വധശിക്ഷയാണോ അതോ ജീവപര്യന്തം തടവ് ശിക്ഷയാണോ എന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. സിയാൽദ കോടതിയിലെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ നടപടികളിൽ ആദ്യം നടക്കുന്നത് ശിക്ഷ സംബന്ധിച്ചുള്ള വാദമാണ്. അതിനുശേഷമായിരിക്കും ശിക്ഷ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ബാലഗോപാൽ, ഇപ്പം നിർഭയ കേസിന് ശേഷം ഒരുപക്ഷെ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച അല്ലെങ്കിൽ അത്രയേറെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ ഒരു കേസാണ്. അതിൽ അന്വേഷണത്തിനെതിരെ പല വിമർശനങ്ങളും ഉണ്ടായി. അല്ലെങ്കിൽ ഒരാൾ മാത്രമല്ല പ്രതി എന്ന വിമർശനം ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ കോടതി പരിസരത്തൊക്കെ വലിയ തടിച്ചുകൂടിയ ആളുകൾ നിൽക്കുന്നുണ്ടോ? രാഷ്ട്രീയക്കാരുടെയൊക്കെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ്? പാർട്ടികളുടെ നിലപാടൊക്കെ ദിവിഷ, ഇന്ന് ഈ സിയാൽദ കോടതിക്ക് പരിസരത്ത് രാവിലെ മുതൽ തന്നെ ആളുകൾ കൂട്ടം കൂട്ടമായി എത്തുന്നുണ്ട്. അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ അന്വേഷണം അപൂർണമാണ് എന്ന് ആർജിക്കറിലെ ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഡോക്ടർമാരും അതുപോലെ നേരത്തെ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്തിരുന്നവരൊക്കെ ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ കേസിൽ ഏക പ്രതി സഞ്ജയ് റോയ് മാത്രമാണ്. പക്ഷേ സഞ്ജയ് റോയ് മാത്രമല്ല, ഇതിൽ മറ്റു ചിലർ കൂടി പ്രതികളാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ കേസിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ബംഗാൾ പോലീസിന്റെ ആദ്യ അന്വേഷണത്തിൽ തന്നെ സഞ്ജയ് റോയ്ക്ക് കുറ്റക്കാരനാണെന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയുമൊക്കെ ചെയ്തിരുന്നു. CBI പിന്നെ നടത്തിയ അന്വേഷണത്തിലും ഏക പ്രതി സഞ്ജയ് റോയ് മാത്രമാണെന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. തുടർന്നാണ് CBI ഒക്ടോബറിൽ ഈ ബലാത്സംഗം അതുപോലെ തന്നെ കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഈ കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും, അതായത് വ്യാപകമായ തോതിലുള്ള പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ശിക്ഷ വിധിക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുക എന്ന കാര്യത്തിൽ കൽക്കട്ട പോലീസിനൊക്കെ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് വലിയ തോതിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഇപ്പോൾ സിയാൽദയിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിക്ക് സമീപം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ നിരവധി പേരാണ് ഈ കോടതി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിൽ സ്ഥിതി വളരെ സമാധാനപൂർണ്ണമാണ്. ഈ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നതാണ് ഈ പൊതുവെ ഈ വരുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ അഭിപ്രായം. കാരണം ഇത് വലിയ തോതിലുള്ള, അതായത് അങ്ങനെ ഒരു വധശിക്ഷ നൽകുകയാണെങ്കിൽ അത് നൽകാൻ വേണ്ടി പോകുന്ന സന്ദേശം, സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതായിരിക്കുമെന്നാണ് ഈ കോടതി പരിസരത്ത് എത്തിയിരിക്കുന്ന ആൾക്കാരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശിക്ഷ സംബന്ധിച്ചുള്ള വാദം ആദ്യം നടക്കും. അതിനുശേഷമായിരിക്കും കോടതി ശിക്ഷാ വിധി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുക. ആർജി ഘർ ആശുപത്രിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയാണ് കൊൽക്കത്തയിലെ കോടതിയിൽ നിന്ന് അല്പസമയത്തിനകം വരാനിരിക്കുന്നത്. കുറ്റം ചെയ്ത് തെളിഞ്ഞതായി ജഡ്ജി വ്യക്തമാക്കുന്നുണ്ട്. വലിയ പ്രക്ഷോഭങ്ങളുണ്ടായ കേസ്. ഈ വിഷയങ്ങളിൽ തന്നെ സഞ്ജയ് റോയിയുടെ മാതാവിന്റെ പ്രതികരണം വന്നിരുന്നു. പ്രതിഷ്ഠമായ ഒരു പ്രതികരണവുമായിരുന്നു വന്നിട്ടുള്ളത്. ഈ കേസിൽ മറ്റു പലരും പ്രതികളാണ്. അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് CBI അന്വേഷണം നടത്തിയത്. മറ്റുള്ളവർ കൂടി ശിക്ഷിക്കപ്പെടണമെന്നെല്ലാം ഡോക്ടർമാരുടെ സംഘടന ആവർത്തിച്ച് പറയുന്നുണ്ട്. അത്തരം വിഷയങ്ങളിലൊക്കെ ഇനിയും മറ്റൊരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ കോടതി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്നത് ഈ വിധി പ്രസ്താവം വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാകുള്ളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം ഈ സഞ്ജയ് റോയ് കോടതിയിൽ പറഞ്ഞത്. താൻ കുറ്റവാളിയാണ് എന്ന് ഈ ജഡ്ജി അനിർബൻ ദാസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിരപരാധിയാണ്, ഈ കേസിൽ മറ്റു പലരും ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്ന് ജഡ്ജി അതിനോട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിരുന്നില്ല. ഈ അന്വേഷണം അപൂർണമാണ് എന്ന ഒരു ആരോപണം വലിയ തോതിൽ ഉയരുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇരയുടെ മാതാപിതാക്കൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് ഇതിൽ ഒന്നിലധികം പ്രതികളുണ്ട്. ആ പ്രതികൾ ഉള്ള സാഹചര്യത്തിൽ ഇതിൽ ഈ സഞ്ജയ് റോയ്ക്ക് മാത്രമല്ല മറ്റു പലർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ CBI നൽകിയിരിക്കുന്ന കുറ്റപത്രം അപൂർണമാണ് എന്നായിരുന്നു ഈ മാതാപിതാക്കളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന കാര്യത്തിൽ ഏവർക്കും ഏക അഭിപ്രായമാണുള്ളത്. സഞ്ജയ് റോയ്ക്ക് പിന്നിൽ പുറമേ മറ്റു ചിലർ കൂടി ഉണ്ട് എന്നതാണ് പറയുന്നത്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് കോടതിയുടെ ഭാഗത്ത് ഏതെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നത് ഈ വിധി വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. പക്ഷേ സഞ്ജയ് റോയ്ക്കെതിരെ ചുമത്തപ്പെട്ടിരുന്ന ബലാത്സംഗം, അതുപോലെ തന്നെ കൊലപാതകം തുടങ്ങിയ സുപ്രധാനമായ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ അത് സംശയാതീതമായി തെളിയിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ കോടതി ഇതിനെ അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പരിഗണിച്ചുകൊണ്ട് സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകുമോ അതോ ജീവപര്യന്തം തടവ് ശിക്ഷയായിരിക്കുമോ നൽകുക എന്നറിയുവാൻ ഇനി അല്പം കൂടി കാത്തിരുന്നാൽ മതി എന്നതാണ് മറ്റൊരു വസ്തുത. മാർഷൽ അനിർബൻ ദാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് സിയാൽദ കോർട്ടിലെ അദ്ദേഹമാണ് ഈ വിധി പറയാനിരിക്കുന്നത്. 33 വയസ്സ് പ്രായമുള്ള ആളാണ് കേസിലെ പ്രതി സഞ്ജയ് റോയ്. അയാളൊരു മുൻ പോലീസിൻ്റെ ഒരു വോളണ്ടിയർ കൂടിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള ആളുകളാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സേവനം ചെയ്യാനിരുന്ന ഇയാൾ ഏതൊക്കെ രീതിയിൽ ആളുകളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകുമെന്ന ആശങ്കയൊക്കെ തീർച്ചയായും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്തായാലും മറ്റാളുകൾ കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന സംശയം ഇപ്പോഴും അതങ്ങനെ ആരോപണങ്ങളായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അതിലെന്തെങ്കിലും കൂടുതൽ അന്വേഷണത്തിലേക്ക് കോടതി പോകുമോ എന്ന വ്യക്തതയിൽ എന്തായാലും സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ശിക്ഷാവിധിയിലേക്ക് കൊൽക്കത്തയിലെ കോടതി പോകാനിരിക്കുന്നു. നേരത്തെ ബാലഗോപാൽ സൂചിപ്പിച്ച പോലെ രാവിലെ മുതൽ തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കൊൽക്കത്ത മുഴുവൻ നിന്ന് കത്തി എന്ന് പറയുന്നത് പോലുള്ള പ്രതിഷേധങ്ങളാണ് ഏറെ ദിവസങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ കണ്ടത്. അവിടുത്തെ ആരോഗ്യ മേഖല അപ്പാടെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കും സർക്കാർ ഡോക്ടർമാർ ചേരിതിരിഞ്ഞുള്ള ഒരു പോരാട്ടം എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ടായി. രാജ്യത്തെ ആകെ ഞെട്ടിച്ച കൊലപാതകമെന്ന് CBI തന്നെ നിലപാടെടുക്കുകയും അതിനനുസരിച്ചുള്ള അന്വേഷണങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്തായാലും കോടതിയിൽ നിന്നുള്ള ശിക്ഷാവിധി ഉടൻ ഉണ്ടാകും.